ഇപ്പൊ കണ്ടതിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം ആ ഏരിയ. ഹെയർ പിന്ന് വളവാണത്. ഒരു ഫോട്ടോ എടുത്തേ. അജു പൂമ്പാറ്റ ഇറങ്ങിയത് പോരാതെ അങ്ങനെ തോന്നുന്നില്ലേ? തുടരുത്. ദുബായിലേക്ക് ഓരോ കെട്ടിട്ടുണ്ട് പോലുള്ള സാധനല്ലേ. എന്തൊരു കയറ്റായി കുതിര. കുറേ പേര് വരുന്നുണ്ട്. നമ്മള് മാട്ടുപെട്ടി എത്തിയിട്ടാ. മാട്ടുപെട്ടി മച്ചാൻ സ്പീഡ് ബോട്ടിൽ പോയിരുന്നു. നല്ല ഭംഗിയില്ലേ? തല കയറി. ഓ ചേട്ടന് മുന്നുണ്ട്. ഇനി മൂന്നാമത്തെ. ഇതിന്റെ ഇടയിൽ കൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. അങ്ങനെ മൂന്നാറിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ യാത്ര ആരംഭിക്കാണ് കേട്ടാ. റോസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് വന്നു. 60 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഇത് കണ്ട് റോസ് ഗാർഡൻ എന്ന് പറഞ്ഞപ്പോ ഇതിന് തിരിച്ചാലേ അറിയാൻ പറ്റില്ല കേട്ടാ. നോ പ്ലക്കിംഗ് ഫ്ലവേഴ്സ്. അത് വഴുതിരിക്കുക വെച്ചു. പ്ലക്കിംഗ് ഫ്ലവേഴ്സ് എന്നാണ് പറഞ്ഞത്. അല്ല, ഈ പൊട്ടിക്കാൻ പാടില്ലേ. അതന്നെ കാര്യം മനസ്സിലായില്ലേ? ദിസ് വേ ആണ് കേട്ടോ. എല്ലാ ചെടികളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി റോസപ്പൂ പോലെ ഉണ്ടല്ലോ. വെറൈറ്റി റോസ് തന്നെ ആയിരിക്കും. നീലക്കുറിഞ്ഞി ഉണ്ടാവില്ലേ? ആന്തൂറിയത്തിന്റെ ഒരു വലിയ പൂ നോക്കിയേ. എന്തല്ലേ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ ചേമ്പിന്റെ സാധനം ഇതൊക്കെ വില കൂടിയ സാധനങ്ങളായി മാറി. കോട്ടയെടുത്തു കാരച്ചിട്ടേ മഴയുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. അതിൽ കൂടെ നടക്കാൻ പറ്റില്ലല്ലേ? അതിന്റെ തൊട്ടടുത്തോടെ നടക്കാൻ പറ്റുമ്പോഴാണ് അതിന്റെ ഭംഗി. നടക്കണത് ഈ വഴി കൂടെ ഇന്നെ നടക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടെ അതിന്റെ ജോലിക്കാരാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിന് വളം ഇടാനും നനയ്ക്കാനൊക്കെ നടക്കണം. അതെ, അതിന്റെ ഒരു ഭംഗി. ഇപ്പൊ കണ്ടതിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം ആ ഏരിയ. സ്നേക്ക് പ്ലാന്റ് കേട്ടാ നമ്മുടെ വീട്ടിലുള്ളത്. ഇന്നാളെ മൂന്നാർ വന്ന് ഞങ്ങൾ വന്നപ്പോ കാന്തല്ലൂർക്ക പോയി. ഇവിടേക്ക് കയറിയില്ല അല്ലേ? ഇങ്ങനൊരു സ്ഥലമുള്ള കാര്യം തന്നെ നമുക്കറിയില്ല. ഞാനിവിടുത്തെ ഈ കാലാവസ്ഥ എങ്ങനെ ആയപ്പോഴേ വിചാരിച്ചു ഊട്ടിയിലത്തെ പോലെയൊക്കെ ഗാർഡൻ, ഊട്ടിയിലില്ലേ ഗാർഡൻ, അതുപോലെ മൂന്നാറിൽ എന്താ ഗാർഡൻ ഇല്ലാത്തതെന്ന്. കാരണം ഫ്ലവേഴ്സിനൊക്കെ ഇങ്ങനെ പറ്റിയ കാലാവസ്ഥയാണല്ലോ. ഇനി മേലൊക്കെയാണ് അല്ലേ? നല്ല ഭംഗിയാടാ ഈ സാധനം. കണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനം കണ്ടാ ഇതുപോലെ പൂ ഉണ്ടാവില്ല. അവിടെ വെയില് വന്നു കഴിഞ്ഞാൽ പാടും. പൂ ഉണ്ടാവൊക്കെ ചെയ്യും. ഇത് കണ്ട നല്ല ഹൈറ്റിൽ വരുന്നത്. ചില സ്ഥലത്ത് വലിയ മരം പോലെ നിൽക്കണതാണ്. അതെ, ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനം. അതേ കണ്ട, ഇത് നല്ല ഭംഗിയാ. തണവുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്. വെള്ളം ടാങ്കുമ്പോ വരെ മറ്റേ കാറ്റ്സ് ക്ലോ അല്ലേ? കാറ്റ്സ് ക്ലോ അല്ലത്, വേറെ ചെടി. ഇതൊക്കെ ഇവിടെ നോക്കി റോസ പൂവ് നനയ്ക്കുന്നുണ്ടേ. പ്ലാസ്റ്റിക് പൂവൊന്നല്ല, നല്ല ഭംഗിയില്ലേ? നോക്കിയ ആ ഭാഗം നോക്കിയാ നല്ല ഭംഗിയുണ്ട്. പൂക്കള് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു സാധനമാണ് കേട്ടാ. നോക്കിയേ പലതരം കൊങ്ങിണികളുണ്ടാ. കൊങ്ങിണികള് കേന്ദ്രം തൊടണില്ലേ? ഞാൻ കൊടണ്ട് എത്തിച്ച് ഇങ്ങനെ കാണിക്കുന്നില്ലല്ലോ. തൊട്ടിട്ടില്ലേ? ഇനി ഇങ്ങോട്ട് വളഞ്ഞു ഒരു ഹെയർ പിൻ ഞാൻ ഇട്ടപ്പത്. ഹെയർ പിന്ന് ഹെയർ പിൻ വളവാണത്. റോസയ്ക്കുള്ള കുഴി ഊറ്റി വീണുണ്ടാ. ഇതിൽ നിൽക്കി വളം വെച്ചിട്ടിട്ടുണ്ട്. വെറുതെ ഇവിടെ ആളുകൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് കേട്ടാ. ആടിന്റെ മറ്റേ ഹാർട്ട് വെച്ചിട്ട് ഇതാണ് നമ്മുടെ തൊട്ടടുത്ത ഇത്. സരിത കണ്ടപ്പോ തൊട്ടടുത്ത കണ്ട കേട്ടാ. ഇപ്പൊ നോക്കിയേ ഒരു ഫോട്ടോ എടുത്തേ. എല്ലാവർക്കും ഫോട്ടോ എടുക്കണ്ട, ഞാൻ എടുക്കണ്ട. വേണം. ഇനി നടക്കണോ? ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലത്ത് സെറ്റ് ചെയ്ത പോലെ അല്ലേ? പക്ഷേ ഏക്കർ കണക്കിന് സ്ഥലത്ത് വേണം. അവിടെയൊക്കെ അങ്ങനെ വേണ്ടെങ്കിൽ എന്തോരം പേര് വരുന്നറിയോ? അതന്നെ. എന്തത് ഇതിനെ പ്രയോജനപ്പെടുത്താത്തത് അല്ലേ? സ്ഥലം ഉണ്ട് കേട്ടാ.
മണി പറഞ്ഞ പോലെ അന്നില്ല അതാണ് അന്നില്ല എന്ന് ചോദിച്ചുണ്ട് ലേശം ഉണ്ടേ അതല്ലേ അതല്ലല്ലോ വേറെ ഇല്ലേ പറഞ്ഞു ഇത് ഇതെന്താ ഒരു കട്ട് ചെയ്യാത്ത ഇത് ഉണ്ടായി കഴിഞ്ഞത് എന്തൊരു ഭംഗിയാ നോക്കിയാ പൂക്കള്. പിന്നെ എന്താ ഇവിടുത്തെ റോസാപ്പൂള് എന്താ നമ്മുടെ അടുത്ത പോലെ ഇങ്ങനത്തെ അല്ലേ, ഭയങ്കര വലിപ്പാ ഓരോന്നും അല്ലേ. നമ്മളവിടെ കുരുടിച്ച് കാലാവസ്ഥ നല്ലതാണ്. പിന്നെ വളവും കണ്ട ചാണപ്പൊടി ചാണപ്പൊടിയാണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. കാലാവസ്ഥ ബെസ്റ്റാ. നോക്കി ഒരു വര പോയി ഇതിങ്ങനെ വര പോയിക്കണം. ഇതിന് വെട്ടിയിട്ട് ഇതിനിടെ കൂടെ അത് വെട്ടും കണ്ട കാവടി കുറുക്കഞ്ചേരി പോയിട്ട് കാവടി പറയും. ആ എന്നിട്ടാണ് ഇതിൻ്റെ പേര് റെഡ് വൈൻ പ്ലാന്റ് അങ്ങനെ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ഈ പൂമ്പാറ്റ വന്നിട്ട് ഒരു പടർത്ത് ഫോട്ടോ എടുത്തിട്ട് വാ. പെണ്ണുങ്ങളെ നിൽക്കുക ആണുങ്ങളല്ല സരിത പെണ്ണുങ്ങളെ നിൽക്കുക ആണുങ്ങളെ നിൽക്കുക. ചെറിയ പെൺകുട്ടികൾ നിൽക്കുമ്പോഴാ ഭംഗി ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങോട്ട് വരാം പക്ഷെ നിൽക്കണില്ലേ ഫോട്ടോയ്ക്ക്. എടാ ഇങ്ങനെ നിൽക്കണം മറന്നുകൂടി. നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ വേണ്ട ഞാൻ നിൽക്കും. നിന്നോ. അയ്യോ അപ്പുറത്തേക്ക് മറിഞ്ഞു വീഴൂ. കൊട വേണേ തന്നോ. അജു പൂമ്പാറ്റ അങ്ങനെ വെറുതെ നിന്നാ മതി അവിടെ. ഞാൻ പറഞ്ഞ അജു പൂമ്പാറ്റന്ന്, അപ്പൊ ജഗ് പറയാ അജു പാറ്റാന്ന്. അതും കഴിഞ്ഞു. ഞാനിങ്ങനെയല്ല വിചാരിച്ചേട്ടാ ഇങ്ങനത്തെയൊക്കെ തോട്ടങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഞാനതെ പ്ലെയിനായിട്ട് കുറേ ഏരിയ നടന്ന് കാണാനൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ടുള്ള സൗകര്യം. ഇരിക്കാനുള്ള സൗകര്യം അതല്ല അങ്ങനത്തെ അല്ല, കാഴ്ചക്ക് അകലത്തിൽ ഇങ്ങനെയായിട്ട് നിറയെ പുൽമൈതാനം പോലെയിട്ട് ഇങ്ങനെ പൂന്തോട്ടങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണല്ലോ ഗാർഡൻ അങ്ങനെ വേണ്ടതായിരുന്നു. ഇതെവിടെ വേണമെങ്കിൽ ഇരിക്കാനായിട്ട് മരത്തിൻ്റെ ഒരു തടീൻ്റെ ഇരിക്കണേ. ഇങ്ങനെ ഒരു വഴി അങ്ങോട്ടുണ്ട്, വാ ഇങ്ങോട്ട് വാ. ഇതിലെ വഴിയുണ്ട്, അവിടെ താഴ്ത്തിക്കിൻ്റെ വഴി. അപ്പം നീ ഇങ്ങോട്ട് താഴ്ത്തിക്കിട്ടാ. രണ്ട് സൈഡിലും നിറയെ മെലസ്റ്റോമയാണ്. ശരിക്ക് നല്ലൊരു കിഴക്കാൻ തൂക്കായിട്ടുള്ളൊരു ഇറക്കണം കേട്ടാ, അല്ല ചവിട്ടുപടി. ഇതിൻ്റെ കളർ ഒരു പ്രത്യേക ഭംഗിയാട്ടാ. മറ്റേ ഈ മധുരച്ചേമ്പിൻ്റെ പൂ പോലത്തെ സൂര്യകാന്തി കാണിച്ചു തരാൻ ചേട്ടന്. സൂര്യകാന്തി ഇവർക്ക് അന്ന് കണ്ടു. മറ്റേ ഇവിടേക്ക് പോയി തണ്ണിമത്തം വാങ്ങിക്കുമ്പോൾ ആനക്കോട്ട കാണാൻ ആനക്കോട്ട കാണാൻ വാങ്ങിക്കാൻ പോയിപ്പോഴേ ആനക്കോട്ട വാങ്ങിക്കാൻ പോയി ആനക്കോട്ട കാണാൻ പോയിപ്പോൾ നമ്മൾ ഇതാകെ മിസ്റ്റേക്ക് തണ്ണിമത്തം കണ്ടു. സൂര്യകാന്തി പൂവ് ഒരെണ്ണം കണ്ടു. ഇതേ വലുതിട്ടാ വാണ്ടന്മാർ തല കീഴായിട്ട് അതാണ് ഉദ്ദേശിച്ചാണ് കണ്ടാ. എന്നിട്ട് ഒഴുകി ഇറങ്ങിയത് പോലെ അതെ അങ്ങനെ തോന്നുള്ളേ. അതിനെ ഒരു ഉദ്ദേശിച്ചാണത്. സൂര്യകാന്തി പൂ പക്ഷെ മുകളിലേക്ക് നിൽക്കണം, അപ്പോഴാ ഭംഗി ഉണ്ടാവുള്ളൂ. സൂര്യൻ പക്ഷെ ആ മെലസ്റ്റോമയുടെ ഭംഗിയുണ്ട്, അതിന്റെ ഭംഗിയുണ്ട് ആ പൂവിന്റെ. ഇത് പൂവാണോ? ഇത് കണ്ടില്ലേ ചേട്ടൻ? വന്നേ ഇതിന്റെ പൂ നോക്കിയേ. ഇത് എന്തുട്ടോ പ്ലാസ്റ്റിക്കിന്റെ ഇത് കെട്ടിനകത്തിട്ടേക്കാന്ന് ആദ്യം വിചാരിച്ചു ഞാൻ. തുടരുത് ജേഡ് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ചെടി. ഇത് ഞാനിത് വായിച്ചപ്പോഴാണ് ഞാൻ നോക്കിയേ എന്തുട്ടല്ല അതിന്റെ ഭംഗി. പയർ കുടുംബത്തിൽ വെട്ട ചെടിയാണത്. മെയ് മുതൽ ജൂലൈ വരെ പൂടുള്ളൂ. മെയ് മുതൽ ജൂലൈ, മെയ് മാസമായിട്ടില്ല, പൂവിട്ടില്ലപ്പോ. ഏപ്രിലല്ലായിട്ടില്ലോ. നിറയെ പൂടുമായിരിക്കും ആ സമയമാകുമ്പോ. ഇങ്ങനെ ഒരു കളറ്, പ്രത്യേക കളറ് അല്ലേ, ഇതുവരെ കാണാത്ത ഒരു. അതെ, സൂര്യകാന്തിയുടെ നല്ല കളർ ശരിക്കും എടുത്തോ, നിറഞ്ഞു നിൽക്കണം കണ്ട. സൂര്യകാന്തി നിറഞ്ഞു നിൽക്കണം. മറ്റേ തലച്ചോറ് പോലുള്ള സാധനം ഇഷ്ടം പോലെ ഇവിടെ. അയ്യോ അതിന്റെ പേരെന്തുട്ടായിരുന്നു? അഗ്ലോണിമയല്ല. എവിടെ ഇരിക്കട്ടെ വേണമെങ്കിൽ നല്ല സ്ഥലമുണ്ട് ഇരിക്കണേ. ഒരു മിനിറ്റ് തരാം. വേണ്ട, നല്ല ഭംഗി പൂവ്, കുഞ്ഞി പൂവ് എന്തൊരു ഭംഗിയല്ലേ. നോക്കിയാ ഈ പൂ നോക്കി എന്തൊരു ഭംഗി. നോക്കിയേ കളറ് കേട്ടാ, കണ്ണടിച്ച് പോണ കളറ് അല്ലേ. നോക്കിയേ കണ്ണടിച്ച് പോണ കളറല്ലേ സരിത. അടിയിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്.
അതിൽ തന്നെ ഇടയിൽ കളർ വ്യത്യാസമെല്ലാം ഉണ്ട് കേട്ടാ. ഇത് അവിടെ വരെ ഉണ്ട്. ഇത് വെറൈറ്റി കള്ളിച്ചെടികളുണ്ടാ നോക്കിയേ. ഇത് അതിൽ നോക്കിയേ. ഇത് നോക്കിയേ വേറെ ടൈപ്പ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്ടസിൽ വെട്ടച്ചെടികൾ എല്ലാതും കുറേ ഉണ്ട്, കുറേ ടൈപ്പ് ഉണ്ട്. ഇതിവിടെയാണ് ഭംഗിയുള്ളത് കേട്ടാ, ഒരു പ്രത്യേക ഭംഗിയുള്ളത്. നോക്കിയേ ദുബായിലേക്ക് ഓരോ കെട്ടിട്ടുണ്ട് പോലുള്ള സാധനം അല്ലേ, എൻ്റെ ഷേപ്പായിട്ട് നോക്കിയേ. ഇത് നോക്കിയേ വേറെ കെട്ടിടം പോലത്തെ സാധനം ഉണ്ടാ നോക്കിയേ. തുടലേന്ന് ഞാൻ തുടങ്ങില്ലേ. ഒരു കുഞ്ഞൊരു പൂന്തോട്ടം, ഒരു ആപ്പാട് ഒരു വീട്ടിലെ ഒരു 10-15 ചെടികളുള്ള അത് പരിപാലിക്കുന്നില്ലേ നമ്മള്. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇനി. അല്ലാന്ന് ഇത് കാണുമ്പോഴേ ഇതിന് നമ്മള് കുറ്റം പറയാന്നൊക്കെ അതില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഇത്രയും സൗകര്യം പോരാ, കൂടുതൽ വിശാലമായിട്ട് നടക്കണം. ആ നമ്മളും ചേട്ടനെ തന്നെ പറയണതല്ലേ. ആ അല്ലാണ്ട് നിങ്ങളെ കുറ്റം പറയണതല്ലേ. കീടഭോജി സസ്യം, കീടഭോജി സസ്യം. ഇതാണ് കീടഭോജി സസ്യം. നമ്മുടെ മറ്റേ മാതേക്കുട്ടി ചേച്ചിയുടെ വീട്ടിൽ കണ്ടില്ലേ ഈ സാധനം കണ്ട അതിൻ്റെ ഉള്ളിലേക്ക് സാധനം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഫ്ലൈറ്റ് ട്രാപ്പ് എന്നിട്ട് പറയാ. അപ്പോൾ നമ്മൾ റോസ് ഗാർഡനിൽ നിന്ന് പുറത്ത് കിടക്കുന്ന കേട്ടാ. ഇനി അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ജീപ്പ് പോരും, നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. പുറത്ത് നിന്നാ മതി അല്ലേ, ഇവിടെ നിന്നാ മതി. ഇവിടെ മതി, ഇവിടെ ജീപ്പ് വരും. വണ്ടി വന്നു. നമ്മുടെ ഡ്രൈവറ് നമ്മളിവിടെ സ്ഥലത്ത് നിർത്തി. ഇവിടെ നല്ല കാഴ്ചയും തോട്ടങ്ങളൊക്കെ കാണാം. ഫോട്ടോ പോയിന്റ്. അവിടെ ഫോട്ടോ നാളിൽ കുതിരകളുണ്ട് കേട്ടാ. കുതിര വാ കാണാൻ നടക്കാം. വാ എന്തൊരു കയറ്റായി കുതിര. നീ കിടക്ക്. അതിന് കാലുകൊണ്ട് ഇല കിടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ഇവിടെ വന്ന് വീഴും. ഇത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുള്ള സ്ഥലം തോന്നുന്നു അല്ലേ, ഈ തേയിലത്തോട്ടം. അതെ ശരിക്കും കാണാൻ പറ്റിയൊരു സ്ഥലം കേട്ടാ, നല്ല സ്ഥലം. ഇവിടെ നിറയെ കടകളായിട്ട് അങ്ങനത്തെ ഓരോ സാധനങ്ങൾ വിൽക്കണത്. നമ്മുടെ അടുത്ത പോലെ കളിപ്പാട്ടുകൾ അതിനെ പെരുന്നാളിനൊക്കെ വന്നു കഴിഞ്ഞാൽ കാണുന്ന പോലെ തന്നെ. വണ്ട ചോളപ്പൊരികള് ഒക്കെ പുഴുങ്ങി. കുതിര സവാരി ചെയ്യാല്ലേ വേണമെങ്കിൽ. കുതിര കയറണം നിനക്ക്? വേണ്ട. ജഗുന് എന്താ കാര്യം? അല്ലേ കാര്യം ഉണ്ടായിട്ടാണോ അതൊക്കെ? ഒരു എക്സ്പീരിയൻസ് അല്ലേ. കേറിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞേ. എന്നിട്ടോ ഈ കാര്യം എന്നുള്ളോട് ചേട്ടൻ ഉദ്ദേശിക്കണത് വല്ലതും കിട്ടുന്നാണോ? മൂന്നാറിന്റെ സൈഡത്തെ കുതിര ചാണകത്തിന്റെ മണാണ് ഇവിടെ മുഴുവൻ. നല്ല മണം, പൊട്ട മണാണ്. നല്ല മണം എന്ന് പറഞ്ഞ ഭയങ്കര കഠിനമായ മണം എന്ന് പറഞ്ഞ മണം പൊട്ടിനിയാണ്. അതെനിക്ക് അറിഞ്ഞൂടാ. ഒരു മഴയുടെ ലാഞ്ചന ഉണ്ട്. അപ്പൊ കൊട ജീപ്പിൽ വെച്ചിട്ടുണ്ട്, 2 കൊട ഇരുത്തുണ്ട്. ഇനി അത് പെയ്യാണെങ്കിൽ തന്നെ വെറുതെ നടക്കാൻ പറ്റിയ സ്ഥലം കേട്ടാ. അല്ലല്ല, നടക്കാൻ പറ്റിയത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അവിടെയുള്ള വഴിയില്ലേ, അതാണ്. ആ വണ്ടികളുടെ ശല്യമില്ല, ഭയങ്കര സുഖം അവിടെ നടക്കാൻ. ഇവിടത്തേനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടെയാ. തേയിലത്തോട്ടം ഇങ്ങനെ കാണും. ഇത് നല്ല വേറൊരു സ്റ്റൈല് അല്ലേ, ഭംഗി. മഴ പെയ്യുന്നുണ്ടല്ലേ പിന്നെ. ഇത് എലഫന്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. സഫാരി തീറ്റ കൊടുക്കുന്നതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആനക്കോട്ടയെ കണ്ട തൃശ്ശൂർക്ക് മൊത്തത്തിൽ ആനകളെ ഇഷ്ടം പോലെ കാണുന്നതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് തോന്നില്ല. നമുക്ക് കയറി തീറ്റ കൊടുക്കാം. കുറേ പേര് വരുന്നുണ്ട് കണ്ടോ. വലിയ ഹൈറ്റുള്ള ആനകളൊന്നുമല്ല. നമുക്ക് ഈ കൈതച്ചക്ക, മത്തങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാം. പൂരത്തിന് ആനപ്പുറത്ത് ഈ മുകളിലിരിക്കുന്നില്ലേ അതുപോലെയുള്ള ഇരിപ്പല്ല. മുകളിൽ ഇതൊക്കെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ചവിട്ടിക്ക് ഇരിക്കേണ്ടതിലാണ്. അപ്പോൾ ആനപ്പുറത്ത് ഇരിക്കുന്ന അതേ സുഖം കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം ആനപ്പുറത്ത് ഇരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആനര അതില്ല. അപ്പോൾ സരിതിയും ജഗും കയറിയില്ല. അവരെ അവിടെ നിന്ന് ഇരുന്നു വണ്ടിയിൽ. ഈ പറഞ്ഞ പോലെ ഈ നനഞ്ഞ് കഴിഞ്ഞിട്ട് ആനപ്പുറത്തിരുന്ന രസം ഉണ്ടാവില്ല. അപ്പോൾ ശരി, നമുക്ക് പോവാം.
നമ്മള് മാട്ടുപെട്ടി എത്തിയിട്ട മാട്ടുപെട്ടി മച്ചാൻ. നമ്മളേ മാട്ടുപെട്ടി ഡാമിന്റെ ഈ പാലുണ്ട്, പാലല്ല ഡാമിന്റെ മോളിയോടെ നടക്കുന്നുണ്ടാ. ഞാനേ പണ്ട് വന്നിട്ടുണ്ട്. അയ്യോ ഈ സാധനം തട്ടേക്കണാവോ? അത് ആളുകളായിരിക്കും ചാടാണ്ടിരിക്കാൻ. സ്പീഡ് ബോട്ടിൽ പോയിരുന്നു ഈ സമയത്ത് ഈ തണവില്ല. ആ ഭയങ്കര രസമായിരിക്കും. ഹായ് ആരനാവോ ചേട്ടാ? നമ്മളെന്നെയാണോ ഉദ്ദേശിച്ചല്ല. സ്പീഡ് ബോട്ട് വരുന്നുണ്ട. ആ നിധിയും വെള്ളം വരുന്നുണ്ട. നല്ല ഭംഗിയില്ലേ ഈ മാട്ടുപ്പെട്ടി മച്ചാൻ സിനിമയിൽ ഇതൊന്നും ഇല്ലല്ലോ അല്ലെ? ഈ ഡാമൊക്കെ കാണിക്കണ്ട. ഡാം എന്ന് കാണിക്കുന്നത് അവർക്ക് തലയ്ക്ക് വല്ല പറ്റുണ്ടോ? ഇല്ല അവിടെ നിന്നല്ലാന്നുണ്ട് ഷൂട്ട് ചെയ്തേക്കണത്. കൊരങ്ങന്മാരുണ്ടീ. ഇതേ ഒരു കൊരങ്ങൻ. ഇനി ഒതുങ്ങി നടക്കട്ടാ, ഒതുങ്ങി നടക്ക്. ആ കൊരങ്ങൻ ചാടി ചാടങ്ങണ്ട. കുട്ടിയും കൊണ്ട് നടക്കണം. ഞാൻ ഒരു പേടി താങ്ങിയ. ഇതേ ഒരു കുട്ടീനെ കൊണ്ട് നടക്കണം. കണ്ടാ വൈറ്റത്ത് ആ ആള് വിട്ടു. ചെറുത് കുട്ടി കൊരങ്ങാൻ. ആ തലയിൽ കയറി. അയ്യോ പാവരല്ലാണ് കിട്ടിയേക്കണേ. തിന്നാൻ കിട്ടും എന്തേലൊക്കെ. അത് ഗർഭിണിയാന്ന് തോന്നുന്നു. ഏയ് ഇത് കുട്ടി അല്ല ഭയങ്കര വയറുണ്ടായിന്. ചെറുപ്പത്തിൽ തന്നെ ഗ്രിപ്പ് ഉണ്ടാവില്ലേ? ആളെറക്കണ ശരിക്കും ഒക്കെ പിടിച്ചിറക്കണം. അയ്യോ എന്ത് രസാ. ശരിക്കേ മനുഷ്യന്മാര് നോക്കണം. ആണോ? ആ താങ്ക് യു. എവിടെ വീട്? പേടിച്ചു ഞാൻ. സ്ഥലത്തിന്റെ പേര് തൊടുപുഴ. ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടാ. അത് മാട്ടുപ്പെട്ടി ഡാമിന്റെ കരയില് ഈ സൈഡില് വാ വേറെ വെടിവെച്ച് പൊട്ടിക്കാം. ബലൂണുകളുണ്ട് അങ്ങനെ നേരത്തെ അരച്ച് വെച്ചത്. എൻ്റെ ദൈവമേ എത്ര രൂപയാണ്? 50 രൂപയ്ക്ക് 5 എണ്ണം. ഞാൻ നോക്കിയാണ് 50 രൂപയ്ക്ക് 5 എണ്ണം. ആ നോക്കിക്കോ. 2 എണ്ണം ചെഗ്ഗുന് കൊടുത്തോളൂ. ആർക്കാണ് ഉന്നം നോക്കട്ടെ. എങ്ങനെ പൊട്ടിക്കണ്ടേ? അതന്നെ ഉന്നം പിടിക്കുക. ആ എന്നിട്ട് എന്നിട്ട് താമർത്താ ഒന്ന് പോയി. ബലൂൺ പൊട്ടിയാ? ആ ഒരു ബലൂൺ പൊട്ടി. ഓ ചേട്ടന് മുന്നുണ്ട്. മൂന്ന്. റെഡി? അയ്യോ പോയി. നീ ചേക്ക് വയ്ക്കോ. അപ്പൊ ഒരെണ്ണെങ്കിലും ഞാൻ പൊട്ടിച്ചില്ല. 2 എണ്ണം പൊട്ടിച്ചില്ലേ? 4 2 എണ്ണം പൊട്ടിച്ചു. ജഗ്ഗു ആക്കട്ടെ. പൊട്ടിച്ചോ? ഇനി പൊട്ടിച്ചോ? 50 രൂപ കഴിഞ്ഞു. അതിൽ 3 എണ്ണം പൊട്ടിച്ചു. അതെ ആ പൊട്ടി. ഇനി 3ാമത്തെ. അലക്കി ജഗ്ഗു. വീണ്ടും അലക്കി ജഗ്ഗു. അവരവിടെ വയ്ക്കുക. അപ്പൊ 100 രൂപയില്ലേ? 100 രൂപയില്ലേ ഇപ്പൊ? 100 രൂപ കഴിഞ്ഞു. 100 രൂപ 100 രൂപ വരെ മതി കേട്ടാ. അപ്പൊ ഓക്കെ. അപ്പൊ ശരി അടിപൊളി. എന്താ പേര്? ഗിഫ്റ്റ്സൺ. നിങ്ങളുടെ പേര്? അജു. സെലിബ്രിറ്റിയോ? പൊട്ടിക്കണേന് സമ്മാനമൊന്നുമില്ലേ? പൊട്ടിക്കണേന് സമ്മാനം ഇല്ലേ ചോദിച്ചേ? ആ നമ്മുടെ യൂട്യൂബിൽ ചാനൽ വീഡിയോ ഇടും. യൂട്യൂബ് അജൂസ് വേൾഡ്. ഒരു 6 ലക്ഷത്തിന്റെ അടുത്ത്. അപ്പൊ കുറച്ചൊക്കെ പൊട്ടിച്ചു കൂട്ടി ഞങ്ങള്. അപ്പൊ ഇവർക്ക് എന്റർടൈൻമെന്റ് ചെയ്ത് കൊടുത്തില്ല എന്നുള്ള പരാതി ഇല്ല. ഒഴിഞ്ഞു ഇല്ലേ? സമാധാനം ഇല്ലേ? വെള്ളം കുപ്പിടിയാ.
ഈ ഷൂട്ടിംഗ് പോയിന്റുകൾ അത്ര ഇങ്ങനത്തെയൊക്കെ നല്ല പുൽമൈതാനങ്ങൾ എന്ന് പറഞ്ഞ ഇറക്കങ്ങളാണ്. പിന്നെ ഈ മറ്റേ മരങ്ങളില്ലേ, ഈ മരത്തിൽ കൊടൈക്കനാലൊക്കെ വന്ന പോലെ അല്ലേ, കൊടൈക്കനാലല്ല ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ. പിന്നെ ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് ഉണ്ട്, പക്ഷെ നമുക്ക് എവിടേക്കൊന്നും കടക്കാൻ പറ്റി കണ്ടത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനത്തെ മരങ്ങളാണ് മുഴുവൻ. ഞങ്ങള് ചുറ്റി വരെ അവിടെ ഇല്ലേ, അവിടുന്ന് മറ്റേ ഈ എസ്റ്റേറ്റില് അവിടെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ടോപ്പ് സ്റ്റേഷന്റെ അവിടെയാണ് ചുറ്റി വരെ എസ്റ്റേറ്റ്. അവിടെ നിന്ന് ഇങ്ങനെ നടക്കും ഞങ്ങള് ഇങ്ങോട്ടൊക്കെ. ഇവിടെ അടുത്താണോ അത്? ഈ റൂട്ട് ഇതിലെ പോയി കഴിഞ്ഞ അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ നടന്നു വരും. അതായത് ഞങ്ങള് കാലത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നടക്കും. അതൊക്കെ അങ്ങനത്തെ സ്ഥലമാണോ? എസ്റ്റേറ്റുകളൊക്കെ ആയിരിക്കും. ഇങ്ങനെ കാലത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നടക്കും. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ നടന്ന് ഇങ്ങോട്ട് ഇവിടേക്ക് ഇത്രയ്ക്ക് ദൂരം വരില്ല, കുറെ ദൂരം വരും. അപ്പൊ മാട്ടുപ്പെട്ടി ഡാമിന്റെ ഈ ഇങ്ങനെ സ്ലോപ്പായിട്ടുള്ള അവിടേക്ക് വന്നിരിക്കും. എന്നിട്ട് കുറെ കഴിയുമ്പോ മണിക്കൂറിലാണ് കഴിയുമ്പോ ഞങ്ങൾ തിരിച്ചു പോകും, നടക്കും. അങ്ങനെ ഇവിടെ ശരിക്കും നല്ലൊരു ജഗ്ഗു 5 മൈന പെട്ടു. അവര് നോക്കി ഓട്ടോലാ ഇംഗ്ലീഷ് കാരി. ഇപ്പോഴത്തെ ഒരു രീതിയാണ് ഈ ഓട്ടോറിക്ഷയിൽ യാത്ര. എല്ലാവർക്കും ഇങ്ങനെ നാടൻ രീതികളൊക്കെ. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിട്ട് ഇക്കോ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം. ഇതിലെ ഡാമിന്റെ റിസർവോയറിന്റെ അവിടേക്കാണ്ട് ഇറങ്ങാന്നാണ് പറയുന്നത്. സ്ലിപ്പോട്ടോ പഴുക്കാവും പതുക്കെ പോയി. പാട്ടോർ വന്നു. ചൂള വടിച്ചു കറങ്ങി നടക്കയില് മഞ്ജുവാരിങ്ങനെ ഓടി വരില്ലേ താഴ്ത്തി. ഇതാണ് റിസർവോയർ. വെള്ളം സ്റ്റോക്ക് ചെയ്യണ സ്ഥലത്തിനാണ് റിസർവോയർ എന്ന് പറയാ. ഇതൊക്കെ പണ്ട് കാടായിരുന്നു, ഇവിടെയൊക്കെ കാടായിട്ടുണ്ടാവണം. പിന്നെ മെല്ലെ മെല്ലെ ഈ ഇങ്ങനെ വെള്ളം അവിടെ കെട്ടി. അതായത് ഇവിടെ ഒരു ചെറിയ നദിയായിരുന്നു, അവിടെ ഡാം പണിതു. അപ്പൊ നദി ഒഴുകാൻ പറ്റാണ്ടാകുമ്പോ വരുന്ന വെള്ളം മുഴുവൻ അപ്പൊ ഇവിടെയൊക്കെ കാടായിരുന്നത് മുഴുവൻ പൊന്തി അത് റിസർവോയറായി മാറി. അത് ശരിക്കും മനസ്സിലാവാ. തേക്കടിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കുറ്റികൾ നിൽക്കുന്ന കാണാം വെള്ളത്തില്. ഇപ്പോഴൊക്കെ കുറെ ദ്രവിച്ച് പോയിട്ടുണ്ടാവും. പണ്ട് അത് കൊല്ലങ്ങൾ ചെല്ലുന്തോറും ആ കുറ്റികളൊക്കെ ആയിരിക്കും വീണ് വലിയ മരങ്ങളുടെ ഇതിങ്ങനെ ചിലപ്പോ കേൾക്കാൻ ഇങ്ങനെ ഇതിങ്ങനെ ഇരിക്കും താഴ്ച. അത് നമ്മൾ പീച്ചി ഡാമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പറ്റുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ സ്ലോപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ചിലപ്പോൾ ഈ പുലികളൊക്കെ ഇങ്ങനെ മറ്റേ ഇതിലൊക്കെ ഇങ്ങനെ നീന്തി വരുന്ന കണ്ടിട്ടില്ലേ? മമ്മൂട്ടി മറ്റേ ഇതില് ഈ മൃഗയില് പട്ടീനെയും കൊണ്ടിട്ട് വരുന്നില്ലേ, അത് ഇങ്ങനത്തെ ഭാഗങ്ങളിലാണ് ഷൂട്ട് ചെയ്യാ. ഇവിടെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യും ചിലപ്പോ. ഇതിങ്ങനെ ഈ വെള്ളത്തിൽ തണുത്ത് ഇറക്കും വെള്ളം വെള്ളം തണുത്ത് ഇറക്കും. തണുപ്പ് അത്രയ്ക്ക് അതിലേ ഇതിപ്പോ ഏപ്രിൽ മാസത്തിൽ ഇത്ര വെള്ളം. അപ്പം ഇനി മെയ് കഴിഞ്ഞ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മഴ കഴിയുമ്പോൾ അപ്പം എന്തോരം വെള്ളമാവും? ഏതാണ്ട് അത്ര വെള്ളം വരൂല്ലേ? അവിടേക്ക് വെള്ളം കയറും, ഏകദേശം നിറഞ്ഞു കിടക്കും എന്നറിയപ്പോ. അങ്ങനെ മാട്ടുപ്പെട്ടി ഡാം റിസർവോയറിൽ നിന്നും നമ്മൾ നീങ്ങിയാണ്. ഇതിവിടെ കല്ല് കിടക്കുന്നുണ്ട്, ചാക്കണത്. അതെന്തിനാ എടുക്കണ പോയിട്ട്? ഞാൻ പാറക്കല്ല് ഇങ്ങനെ കിടക്കണെന്ന്. പാറ അവിടേക്ക് ഉണ്ട്. അപ്പോഴത്തേക്കും അത് വിളിക്ക് കൈ കൊണ്ടുപോകണേ ഇങ്ങനെ ചാക്കാണെന്ന് പറഞ്ഞില്ലേ എപ്പോഴെങ്കിലും? പാറ എന്തിട്ട് വേണ്ട വെള്ളം വന്ന് അടിച്ചു കഴിയുമ്പോ അതിന്റെ രൂപഘടന മാറണന്റെ ഇതൊക്കെ പറഞ്ഞു തരാൻ ഞാൻ വിചാരിച്ചത്. അത് പണ്ട് എനിക്ക് പഠിക്കാണ്ടായിരുന്നതാണ്. ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരാഗാന്ധി കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴേ ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തുകൾ എന്ന് പറഞ്ഞിട്ട് പഠിക്കാണ്ടായിട്ടുണ്ട്. അതില് ഒരു മണൽത്തരി ഉണ്ടാവണം എൻ്റെ കഥ ആള് പറയുന്നുണ്ട്. എവിടെയോ ആയിരുന്ന കല്ല്, മലയുടെ അവിടെ കല്ല് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ അത്
അല്ല അത് വലിയ സാധനം അത് ചെറുതായി വെള്ളം അടിച്ചിട്ട് അത് തേഞ്ഞിട്ട് അതുമ്പോ ഓരോ പീസ് പൊട്ടി പോന്നിട്ട് അങ്ങനെ അല്ലേ ചെറുതായി വന്നിട്ടാണ് ഒരു മണത്തരി ഉണ്ടാവുന്നത്. ഒരു മണത്തരിയുടെ കഥ പറയുന്ന പോലെ അതുപോലെ ഇതിലെളുപ്പം അതിൽ കയറാൻ പറ്റില്ല. അതിൽ കയറാൻ പാടാ. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ഞങ്ങൾക്ക് പഠിക്കേണ്ടായിരുന്നത്. എന്റെ മൂക്കിന്റെ തുമ്പ് മാത്രം തണക്കണു. അതല്ലാവരും അങ്ങനെ മൂക്കിന്റെ തുമ്പനി നടക്കാം. അതെന്തിനാന്നറിയോ മൂക്കിന്റെ തുമ്പ് തണക്കണമെന്നറിയോ? നമ്മുടെ മൂക്കാണല്ലോ ആദ്യം. അപ്പൊ നമ്മുടെ ഇപ്പൊ ശരീരത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മൂക്കല്ലേ. അപ്പൊ ഇവിടെയല്ല ആദ്യം അടിക്കുക തണവ്, കാറ്റടിക്കുമ്പോൾ തണവ് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ശരീരത്തിന്റെ ഭാഗങ്ങൾ പിന്നില് അതാണത്. അയ്യോ 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 ആരെങ്കിലും കൈ അങ്ങടനെ പോയാണ് ഞാൻ. നമുക്കേ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള വഴിവെക്കലത്തെ കടകളാണ് കുറെ. ഈ ഫുട്പാത്ത് കച്ചവടം പോലെ തന്നെ വില കുറവായിരിക്കുന്നത് മാത്രം. ദേവികുളം ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. ഇതിപ്പോ റിസർവോയറിന്റെ വേറൊരു ഭാഗമാണ്. ഇങ്ങനത്തെ മരങ്ങളില്ലേ, ഇതിന്റെ ഇടയിൽ കൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. ബാക്കിയുള്ള സ്ഥലത്ത് ഈ മരങ്ങൾ ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട്. പക്ഷെ അതിങ്ങനെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ്. നടക്കാൻ പറ്റില്ല നമുക്ക്. ഇതിൽ കൂടെ വേണമെങ്കിൽ നടക്കാം. ഇവിടെ പുല്ലും കില്ലൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ ആളുകൾ നടക്കല്ലേ, വെള്ളത്തുള്ളികൾ വീഴുന്നു. ഇവിടെ ഇറങ്ങാൻ തോണു. എന്തുട്ട ഹൈറ്റിൽ ഈ മരങ്ങളുടെ. ഇവിടെ ഇത്തിരി ഭംഗിയുള്ള സ്ഥലമാണ് മാത്രത്തേക്ക്. അങ്ങോട്ട് പുല്ലൊക്കെ ഉണ്ട്, ആളുകൾ ഓടിന്നു. നല്ല രസമായിട്ടുള്ള സ്ഥലം ഇത്. അവിടത്തേക്കാളും ഭംഗി കൂടുതലുണ്ടല്ലേ സരിത? മഴ പെയ്യ വെള്ളത്തിൽ നിറച്ചത്. അപ്പൊ നമ്മുടെ മേല് കൊള്ളണില്ലല്ലോ. ഞാൻ ചോദിച്ചു ഇവിടെ കാക്കകളില്ലല്ലോ എന്ന് വിചാരിച്ചു. അല്ല കണ്ടൂന്ന് ഇപ്പൊ കണ്ടു. നേരത്തെ 5 മൈനേനെ കണ്ടേ. ഒറ്റ 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 സംഖ്യ അല്ലേ. ഒറ്റയടിക്ക് 5 മൈനകൾ ഒരുമിച്ച് പറന്നു വന്നിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ നിറച്ച ആളുകളുണ്ട്. നോക്കിയേ സരിത, കണ്ടാ ഇവിടെയാണ് ഭംഗി. എന്തിനാ ആൾക്കാർ ഓടിടുന്നു? എക്കോ ഇല്ലല്ലോ ഇതിനിവിടെ. അതാണ് എക്കോ പോയിന്റ് എന്ന് പറയണേ. അതുകൊണ്ടാണ് ആളുകൾ ഈ ഓടിടുന്നത്. എക്കോ അപ്പുറത്തേക്ക് പ്രതിധ്വനി. പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മള് നനയൂട്ടാ. ഓടി അങ്ങോട്ട് എത്താനും പറ്റില്ല. അയ്യോ, ഞാൻ ആ സ്വെറ്റർ എടുത്ത് ഇടണം വിചാരിച്ചായിരുന്നു. തണവായി ഇനി അങ്ങോട്ട് ഇറങ്ങണില്ല. തണവായിട്ടാ ഞാൻ പോയി കഴിഞ്ഞിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഓടാൻ. ആളുകൾ മുഴുവൻ ഓളിടാ. അതെ, ഈ മരങ്ങൾ നിറയാണ് അപ്പുറത്ത്. കണ്ട നിറയാണ് ഇങ്ങനത്തെ മരങ്ങളെ. ശരിക്ക് എന്തോരം പേരെ ആകർഷിക്കാൻ പറ്റിയ സ്ഥലമല്ല ഈ മൂന്നാറില്ലേ. ഇത്രയ്ക്കധികം പേര്. എന്തൊരു ഇതേ ഒരു സ്ഥലമാണ് കേട്ടാ വ്യൂ പോയിന്റ്. ഞങ്ങളെ അല്ല ഞാൻ ഇത് പറയാം. ഞങ്ങൾ ബോട്ടാണിക്കലെ ഗാർഡനൊക്കെ കാണുമെന്ന് വിചാരിച്ചായിരുന്നു. ഭയങ്കര മഴ. പക്ഷേ ഇവിടെ അത്രയ്ക്ക് മഴയില്ല. പക്ഷേ ഇവിടെ കാണാട്ടാ. എന്താ പേര്? കാർത്തിക്. ഇത് അരുണ്ട അനീനാണ് കേട്ടാ. അപ്പൊ ശരി കാണാം. അപ്പം മഴ കാരണം ഞങ്ങള് യാത്ര അല്ല ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ കേറുമ്പോ അവിടെ കിടന്ന് നടക്കുമ്പോ മഴയുണ്ടെങ്കിൽ ഒരു രസമില്ലല്ലോ. നല്ല മഴ. അപ്പൊ ഞങ്ങൾ പോന്നു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു ഇവിടെ എത്തി. ഞങ്ങൾ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കുകയാണ്. ചപ്പാത്തി, ഫ്രൈഡ് റൈസ്,
നൂഡിൽസ്. സരിതയ്ക്കാണെങ്കിൽ തണുത്തിട്ട് സരിത ഇരിക്കുക. കുഴപ്പമുണ്ടായിരുന്നില്ല ഉള്ളിലിരിക്കുമ്പോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ എനിക്ക് വലിയ തണുപ്പ് തോന്നിയില്ല ആദ്യം, പക്ഷെ പിന്നെ ഭയങ്കര തണുപ്പ്. അപ്പോൾ നൂഡിൽസ്, ചപ്പാത്തി, ബട്ടർ ചിക്കൻ ഇതാണ് കേട്ടോ ഇന്ന് വൈകുന്നേരത്തേക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണത്തോട് കൂടിയിട്ട് ഞങ്ങളുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്.